ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഭയങ്കര ജനകീയമാണ്. ആ കാര്യത്തിൽ ആർക്കും സംശയമൊന്നും കാണുകയില്ല. പ്രത്യേകിച്ച് മലയാളീസിന്റെ ഇടയ്ക്കാണ് ഈ ഒരു ജനകീയത. എന്തായിരിക്കും ഇതിന്റെ കാരണം? പ്രധാനമായിട്ടും 3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തത്, എഫ് ഡിയിൽ ഇടുന്ന പണം സേഫ് ആണ് എന്നുള്ള ഒരു വിശ്വാസം. രണ്ടാമത്തെ കാരണം, ചെറുതാണ് എങ്കിലും ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺ കിട്ടും എന്നുള്ളത്. മൂന്നാമത്തെ കാരണം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്, കുറച്ച് ആൾക്കാർക്കെങ്കിലും ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലാതെ മറ്റ് മികച്ച നിക്ഷേപ മാർഗങ്ങളെ പറ്റി വലിയ അറിവില്ല എന്നുള്ളത്. എന്ന് വെച്ച് ഫിക്സഡ് ഡെപ്പോസിറ്റ് മോശം സംഗതിയൊന്നുമല്ല. നമ്മുടെ എമർജൻസി ഫണ്ട്, അതുപോലെ തന്നെ ഷോർട്ട് ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം മുതൽ 2 വർഷം വരെയുള്ള സമയത്തിനിടയ്ക്ക് നമുക്ക് ആവശ്യം വന്നേക്കാവുന്ന തുക, ഇതൊക്കെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ഏറ്റവും നല്ല ഒരിടമാണ് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ. ഇപ്പോൾ ബാങ്കിലൊക്കെ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ പലിശ ഇങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എന്ന് വിചാരിച്ച് സഹകരണ സംഘത്തിലും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലും നിധി കമ്പനിയിലും ഒന്നും കൊണ്ടുപോയി തല വെച്ച് കൊടുത്തേക്കരുത്. ഫിക്സഡ് ഡെപ്പോസിറ്റിന് വേണ്ടി നമുക്ക് ഒപ്റ്റ് ചെയ്യാവുന്ന 2 ഇടങ്ങൾ നമ്മളിവിടെ പരിചയപ്പെടുവാണ്. ഒന്നാമത്തെ ഇടം KSFE ആണ്, രണ്ടാമത്തത് പോസ്റ്റ് ഓഫീസ് ആണ്. ഇതിൽ ഏതാണ് FD ഇടാൻ വേണ്ടി കൂടുതൽ മികച്ചത്, അല്ലെങ്കിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ യോജിക്കുന്നത് എന്ന കാര്യം ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടു കഴിയുമ്പോൾ വ്യക്തമാകും. വ്യക്തമായി കഴിയുമ്പോൾ ആ കാര്യം കമന്റ് ചെയ്യാൻ മറന്നേക്കരുത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് സേഫ്റ്റിയുടെ കാര്യമാണ്. ചില ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട്, പോസ്റ്റ് ഓഫീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഭയങ്കര സേഫ് ആണ്, എന്നാൽ KSFE സേഫ് അല്ല എന്നൊക്കെ. ഒട്ടും ശരിയല്ല ഇത്. പോസ്റ്റ് ഓഫീസിൽ നമ്മൾ നിക്ഷേപിക്കുന്ന തുക സേഫ് ആണ്, അതിൽ സംശയമൊന്നുമില്ല. അവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ബാക്കപ്പ് ഉണ്ട്. അതുപോലെ തന്നെയാണ് KSFEയും. KSFE എന്ന് പറയുന്നത് കേരള ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനമാണ്. ഇവിടുത്തെ നമ്മുടെ നിക്ഷേപങ്ങൾക്ക് കേരള ഗവൺമെന്റ് നൽകുന്ന ഗ്യാരണ്ടി ഉണ്ട്. ഒന്നിനെ ഗ്യാരണ്ടി ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റ്, മറ്റേതിനെ ഗ്യാരണ്ടി ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ്. ഈ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സേഫ്റ്റിയുടെ കാര്യത്തിൽ 10ൽ 10 മാർക്കാണ് 2 പേർക്കും. ഇനി നമ്മൾ നോക്കുന്നത് ഈ 2 സ്ഥാപനങ്ങളിലെയും വ്യത്യസ്തങ്ങളായിട്ടുള്ള FD സ്കീമുകൾ ഏതൊക്കെയാണ്, അവയുടെ പലിശ എങ്ങനെയാണ് എന്നാണ്. പലിശ ഇടയ്ക്കൊക്കെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. പോസ്റ്റ് ഓഫീസിലാണെങ്കിൽ എല്ലാ 3 മാസം കൂടുന്തോറും അവർ പലിശ റിവൈസ് ചെയ്യാറുണ്ട്. ചിലപ്പം കൂട്ടും, ചിലപ്പം കുറയ്ക്കും, ചിലപ്പം അനക്കാതെ വെക്കും. KSFEയിലും പീരിയോഡിക്കലി പലിശയിൽ മാറ്റം വരാറുണ്ട്. എങ്കിലും നിലവിലുള്ള പലിശയാണ് നമ്മളിവിടെ പറയുക. ആദ്യം KSFEയിലേക്ക് പോകാം. KSFEയിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് 3 തരത്തിലുണ്ട്. 1 വർഷം കാലാവധിയുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ്, അതിന്റെ പലിശ 7.75%. ഇനി 1 വർഷത്തിന് മുകളിൽ 2 വർഷം വരെ കാലാവധിയുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ്, അതിന്റെ പലിശ വർഷം 7.5% ആണ്. ഇനി 2 വർഷത്തിന് മുകളിൽ 3 വർഷം വരെ കാലാവധിയുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ്, അതിന്റെ പലിശ 1 വർഷം 7.25% എന്ന നിലയ്ക്കാണ്. ഇനി KSFEയിൽ സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ട് ഒരു സ്കീമുണ്ട്. അതിന്റെ പേര് വന്ദനം എന്നാണ്. 1 വർഷം മുതൽ 2 വർഷം വരെയാണ് അതിന്റെ ഒരു പീരീഡ് എന്ന് പറയുന്നത്. അതിന്റെ പലിശ വർഷം 8% എന്ന രീതിയിലാണ്. അപ്പോൾ KSFEയിലെ കാര്യങ്ങൾ വ്യക്തമായല്ലോ അല്ലേ? ഇനി പോസ്റ്റ് ഓഫീസിലേക്ക് പോകാം. പോസ്റ്റ് ഓഫീസിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് വേറൊരു പേരിൽ അറിയപ്പെടുന്നത് എന്താണ് അതെന്ന് പറയാമോ? ടൈം ഡെപ്പോസിറ്റ്. അപ്പം ടൈം ഡെപ്പോസിറ്റ് പലതരമുണ്ട്. 1 വർഷത്തെ ടൈം ഡെപ്പോസിറ്റ്, അതിൻ്റെ പലിശ 6.9%. 2 വർഷത്തെ ടൈം ഡെപ്പോസിറ്റ്, അതിൻ്റെ പലിശ 7%. 3 വർഷത്തെ ടൈം ഡെപ്പോസിറ്റിന്റെ പലിശ 7.10%. 5 വർഷത്തെ ടൈം ഡെപ്പോസിറ്റ്, അതിന്റെ പലിശ 7.5%. ഈ പലിശ എല്ലാം വാർഷിക പലിശ കേട്ടോ. ഇനി പോസ്റ്റ് ഓഫീസിൽ സീനിയർ സിറ്റിസൺസിന് വേണ്ടി ഒരു സ്കീമുണ്ട്, സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം. ഈ സ്കീം 5 കൊല്ലത്തേക്കുള്ള ഒരു സ്കീമാണ്. ഇവിടെ പലിശ പ്രതിവർഷം 8.2% എന്ന രീതിയിലാണ്. അപ്പോൾ പലിശയുടെ കാര്യം വ്യക്തമായല്ലോ അല്ലേ? പലിശയുടെ കാര്യത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരല്പം മുൻതൂക്കം ആർക്ക് തന്നെയാണ്? KSFEക്ക് തന്നെയാണ്. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല, കാരണം ഇവിടെ അത് വ്യക്തമാണ്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ നോക്കുന്നത് പലിശ എങ്ങനെ പിൻവലിക്കാം എന്നുള്ളതാണ്. KSFEയിലെ എല്ലാ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെയും വന്ദനം അടക്കമുള്ള സ്കീമുകളുടെ പലിശ നമുക്ക് ഇയർലി വേണേൽ പിൻവലിക്കാം, അല്ലെങ്കിൽ മന്ത്ലി വേണമെങ്കിൽ പിൻവലിക്കാം. പലിശ പിൻവലിക്കൽ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ പോസ്റ്റ് ഓഫീസിലെ ടൈം ഡെപ്പോസിറ്റുകളുടെ കേസിൽ പലിശ പിൻവലിക്കുന്നത് വർഷമേ പറ്റുള്ളൂ കേട്ടോ. മന്ത്ലി പലിശ പിൻവലിക്കാൻ വേണ്ടി പറ്റില്ല. ഇനി മന്ത്ലി പലിശ പിൻവലിക്കാൻ പറ്റുന്ന ഒരു സ്കീം പോസ്റ്റ് ഓഫീസിലുണ്ട്. അതിൻ്റെ പേര്
മന്ത്ലി ഇൻകം സ്കീം എന്നാണ്. അത് 5 വർഷത്തെ ഒരു സ്കീമാണ്. 5 ഇയർ ലോക്ക് ഇൻ പീരീഡ് അവിടെ ഉണ്ട്. അവിടെ ഒരു വർഷം 7.4% എന്ന രീതിയിൽ പലിശ കിട്ടുന്നുണ്ട്. ഒരു ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർക്ക് 9 ലക്ഷം രൂപ വരെയും, ഇനി ജോയിൻ്റ് ആയിട്ടാണെങ്കിൽ 15 ലക്ഷം രൂപ വരെയുമാണ് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇനി നാലാമതായിട്ട് നമ്മൾ നോക്കുന്നത് പ്രീ മച്വർ വിഡ്രോവൽ എന്ന് പറഞ്ഞാൽ എന്താ? കാലാവധിക്ക് മുമ്പ് പിൻവലിക്കുന്ന കാര്യം. അതെങ്ങനെയാണെന്നാണ്. KSFയിൽ FD ഇട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ 1 മാസം പിൻവലിക്കാനേ പറ്റില്ല. ഇനി 1 മാസം മുതൽ 1 വർഷം വരെയുള്ള സമയം അതിനിടയ്ക്ക് അങ്ങോട്ട് പിൻവലിക്കുക കാലാവധിക്ക് മുമ്പ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ KSFE സുഗമ നിക്ഷേപ പദ്ധതിയിലെ പലിശ എത്രയാണോ അതിനേക്കാൾ 1% കുറഞ്ഞ പലിശയെ കിട്ടുകയുള്ളൂ. അപ്പോൾ നിലവിൽ ഈ സുഗമയിലെ പലിശ 4.5%. അപ്പോൾ 1% കുറയ്ക്കുമ്പോൾ എത്രയാ? വെറും 3.5% പലിശ കിട്ടുകയുള്ളൂ. ഇനി 1 വർഷം കഴിഞ്ഞു നിക്ഷേപിച്ചിട്ട്, എന്നാൽ മച്യൂരിറ്റി ആയിട്ടുമില്ല, അങ്ങനെയാ പിൻവലിക്കുന്നതെങ്കിൽ പറഞ്ഞിരിക്കുന്ന പലിശയേക്കാൾ 1% കുറയും. ഇനി പോസ്റ്റ് ഓഫീസിലെ ടൈം ഡെപ്പോസിറ്റിന്റെ കേസിലാണ് എങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് 6 മാസം വരെ പിൻവലിക്കാൻ പറ്റുകയില്ല. ഇനി 6 മാസം മുതൽ 1 വർഷം വരെയുള്ള സമയത്തിന് ഇടയ്ക്ക് നമ്മൾ പിൻവലിച്ചെടുക്കുകയാണ് എങ്കിൽ അവിടെ പലിശ വരിക പോസ്റ്റ് ഓഫീസിലെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, അവിടുത്തെ പലിശ എത്രയാണോ അതോ കിട്ടുള്ളൂ കേട്ടോ. അതായത് ഒരു 4% പലിശ. ഇനി 1 വർഷത്തിന് ശേഷം നമ്മൾ പിൻവലിക്കുക കാലാവധി ആകുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം 3 ഇയർലിയോ 2 ഇയർലിയോ ഒക്കെ ഇട്ടിട്ട് 1 വർഷം കഴിഞ്ഞ് അങ്ങോട്ട് പിൻവലിക്കുകയാണെങ്കിൽ പറഞ്ഞിരിക്കുന്ന പലിശയേക്കാൾ 2% കുറയും. ഇനി ഈ പോസ്റ്റ് ഓഫീസിലെ മന്ത്ലി ഇൻകം സ്കീമിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, മാസം മാസം പലിശ പിൻവലിക്കാൻ പറ്റുന്ന സ്കീം. അവിടെയും 1 വർഷം വരെ വിഡ്രോവൽ ഒന്നും പറ്റുകയില്ല കേട്ടോ. ഇനി 1 വർഷം മുതൽ 3 വർഷം വരെയുള്ള സമയത്തിന് ഇടയ്ക്ക് പിൻവലിക്കുകയാണ് എങ്കിൽ എത്രയാണോ നിക്ഷേപിച്ചിരിക്കുന്ന തുക അതിന്റെ 2% പെനാൽറ്റി ആയിട്ട് കട്ട് ചെയ്യും. ഇനി 3 കൊല്ലത്തിന് ശേഷം കാലാവധിക്ക് മുമ്പ് പിൻവലിക്കുകയാണ് എങ്കിൽ, 5 കൊല്ലമാണല്ലോ ഇതിന്റെ കാലാവധി, നിക്ഷേപിച്ചതിന്റെ 1% പെനാൽറ്റി ആയിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യും. ഇനി നമ്മൾ നോക്കുന്നത് NRIസിന് ഇതിൽ നിക്ഷേപിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ്. KSFയിലെ നമ്മൾ ഈ പറഞ്ഞ സ്കീമുകളിലെല്ലാം NRIസിന് നിക്ഷേപിക്കാൻ വേണ്ടി പറ്റും. എന്നാൽ പോസ്റ്റ് ഓഫീസിലെ നമ്മൾ ഈ പറഞ്ഞ സ്കീമുകളിൽ ഒന്നിലും NRIസിന് നിക്ഷേപിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇനി ടാക്സേഷന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പോസ്റ്റ് ഓഫീസിലെ 5 വർഷം കാലാവധിയുള്ള നിക്ഷേപങ്ങൾക്ക് സെക്ഷൻ 80C പ്രകാരമുള്ള ടാക്സ് ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. എന്നാൽ KSFയിൽ അത്തരത്തിലുള്ള ആനുകൂല്യമൊന്നും ലഭിക്കുന്നില്ല. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായ സ്ഥിതിക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായത്തിൽ പോസ്റ്റ് ഓഫീസിലെ FD ആണോ അതോ KSFയിലെ FD ആണോ മികച്ചത് എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.